വെൽക്കം ബാക്ക് ടു ഇച്ചൂസ് വ്ലോഗ്. അപ്പം എന്തെല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം എന്ത് കഥല്ലോ. അപ്പം ഇതിന് കുറേ നാളത്തെ മുമ്പത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ആക്കാനാണ് ഗൈസ് ടൈം കിട്ടിയത് തന്നെ, അങ്ങനെ തന്നെ പറയാം. പിന്നെന്ത് പറയാൻ. പിന്നെ ഇതാ ആദ്യം തന്നെ മധുരം കഴിച്ച് തന്നെ തുടങ്ങാം. ഇത് നമ്മൾ ദുബായിലോട്ട് പോകാനുള്ള ഒരു കുട്ടി വ്ളോഗാണ് ഗൈസ്. അങ്ങനെ പൊരക്കാരോടെല്ലാം ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ മംഗലാപുരം അങ്ങോട്ടാണ് പോകുന്നുള്ളത്. എന്ന് വെച്ചാൽ മംഗലാപുരത്തു നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ദുബായിലോട്ട് പോകുമ്പോൾ നമ്മൾ മാത്രമല്ല ഗൈസ് ഉണ്ടായിരുന്നത്, എയർപോർട്ടിലേക്ക് നമ്മൾ അനുജൻ്റെ സിസ്റ്ററും കൂടി ഒന്നിച്ചുണ്ടായിന്. എന്ന് വെച്ചാൽ ഓർക്കും നമ്മൾ അതേ ടൈമിലാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചിട്ടാണ് എയർപോർട്ടിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ ഒരു ഈവനിങ് ടൈമിൽ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഇതാ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്താ വെച്ചാൽ റഷ്യും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ ഫുൾ വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഇതാ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തി. എന്ത് ചെല്ലിയുമില്ല, നമ്മൾ വരുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമൊന്നും നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്നേ ഇല്ല ഗൈസ്. ഫുള്ള് മൂഡ് ഓഫ്. എന്താ വെച്ചാൽ പൊരക്കാരെല്ലാം അളക്കിയിട്ട് വരുന്നല്ലേ. അങ്ങനെ ഇതാ നമ്മൾ കുറേ മുമ്പ് തന്നെ നമ്മൾ ഇവിടെ എയർപോർട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലഗേജും കാര്യങ്ങളും വെച്ച് പിന്നെ ഇതാ പുള്ളമാർക്ക് ഇരിക്കുന്നതെല്ലാം ഉണ്ട് ഗൈസ്. അങ്ങനെ ഉറലിരുന്ന് അങ്ങനെ ഫുൾ ലഗേജെല്ലാം സെറ്റായി അങ്ങനെ നേരെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നുള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും പാസ്പോർട്ടെല്ലാം അവിടെ ചെക്കാക്കാനെല്ലാം കൊടുത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റ് വരെ നമുക്ക് ഒന്നിച്ച് തന്നെ പോകാം ഗൈസ്. പിന്നെ ലഗേജ് വെക്കുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടാവുന്നു മാത്രം. എന്താ വെച്ചാൽ വേറെ വേറെ ഫ്ലൈറ്റ് അല്ലേ, ആ ഒരു ടൈമിൽ മാത്രം അങ്ങനെ ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിഗോയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നുള്ളത്, ലഗേജും കാര്യങ്ങളെല്ലാം ലഗേജിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളെ ടിക്കറ്റും എല്ലാം കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഓർഡറും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായി. അങ്ങനെ നമ്മൾ നേരെ പോയത് ഇതാ വാച്ച് ബെൽറ്റ് അങ്ങനത്തെ എല്ലാം വെക്കുന്നിടത്താണ്. എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മൾ അവിടെ എല്ലാം ഊരി കൊടുക്കണം, ഓരെല്ലാം നോക്കി പിന്നെ നമുക്ക് അതിൽ തരും. അങ്ങനെ കുറച്ച് മിനിറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ടാകുമ്പോൾ ഇതാ നമ്മൾ ഫ്ലൈറ്റ് വന്നിട്ടുണ്ടായിന്. എന്താ വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഫ്ലൈറ്റാണ് വന്നിട്ടുണ്ടായി. അപ്പോൾ ഓരോ വെയിറ്റിംഗ് ഏരിയയിലെല്ലാം ഉണ്ട്. നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്കാണ് ഗൈസ് പോകുന്നുള്ളത്. നമ്മൾ മലമലയും മുണ്ടിക്കൊണ്ടാണ് ഗൈസ് പോകുന്നത്. കാരണം വെച്ചാൽ ഫ്ലൈറ്റ് നിർത്തിയെത്തായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ലൈനിൽ നിന്നിട്ട് പോകുന്നുണ്ടെന്നൊന്ന് നമ്മൾ മല്ലയാണ് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതെല്ലാം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഉള്ള ആളാണ് ഗൈസ്. ഇനി ഇവരെല്ലാം ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മളുടെ ഊഹം. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളെ ടിക്കറ്റ് ഒന്ന് ജസ്റ്റ് കാണിച്ചിട്ട് ഇരിക്കാനേ ഉള്ളൂ. അങ്ങനെ നമ്മളെ സീറ്റെല്ലാം റെഡി ആയിട്ടുണ്ട്. നാട്ടിലൊക്കെ വരുന്ന ടൈമിൽ നമ്മളെ ടിക്കറ്റ് വേറെ വേറെ സീറ്റായിരുന്നു. പക്ഷേ നമ്മൾ പോകുമ്പോഴേക്ക് നമ്മൾ നേരെ നോക്കിയിട്ട് ടിക്കറ്റ് സീറ്റ് ഒരുമിച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിന്. അങ്ങനെ നമ്മൾ ഒരേ സീറ്റായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് മൂവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ എല്ലാ ലൈറ്റെല്ലാം ഓഫായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് ഇരുട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉറങ്ങുന്ന ആൾക്കെല്ലാം ഉറങ്ങുന്ന ആ ഒരു ടൈമായിരുന്നു. ബട്ട് എന്തെന്നറിയില്ല, ഞങ്ങൾക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ ഉറങ്ങാനേ കഴിയുന്നില്ല. കുറേ ഞാൻ നോക്കി, പക്ഷെ ഉറങ്ങാനേ പറ്റുന്നുണ്ടായിട്ട് ഇങ്ങനെ പുറത്തത്തെ കാഴ്ചകളും കണ്ടിട്ട് പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ കുറേ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഉണ്ടായിന് ഗൈസ്.
അതേ സമയത്തിൽ ഉണ്ടായ ഞാൻ ആ കണ്ടതിന് ഫ്ലൈറ്റ് കണ്ടിട്ട് തന്നെ